ഡിസംബർ 19 വിശുദ്ധ അനസ്റ്റാസിയസ് ഒന്നാമൻ പാപ്പ. തിരുസഭയിലെ 39ാമത്തെ മാർപ്പാപ്പയാണ് വിശുദ്ധ അനസ്റ്റാസിയസ് ഒന്നാമൻ. ക്രിസ്തുവർഷം 330 റോമിൽ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ അദ്ദേഹം ജനിച്ചു. മാർപ്പാപ്പയാകുന്നതിന് മുമ്പുള്ള വിശുദ്ധൻ്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. ദരിദ്രനായി ജീവിച്ച വിശ്വാസത്തിൽ സമ്പന്നനായ ഒരു വ്യക്തിയായി അദ്ദേഹത്തെ വിവരിച്ചിട്ടുണ്ട്. ക്രിസ്തുവർഷം 399 നവംബർ 26 വിശുദ്ധനായ സിറീഷ്യസ് പാപ്പായുടെ മരണത്തെ തുടർന്ന് അടുത്ത പാപ്പായായി അനസ്റ്റാസിയസ് തിരഞ്ഞെടുക്കപ്പെട്ടു. വിവിധ പാഷാണ്ഡതകളും തെറ്റായ പ്രബോധനങ്ങളും സഭയിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കാലമായിരുന്നു അത്. 325 നിക്കിയ സൂനഹദോസ് തള്ളിക്കളഞ്ഞ ആര്യൻ പാഷാണ്ഡത അപ്പോഴും സഭയിൽ സജീവമായിരുന്നു. സഭയുടെ സത്യപ്രബോധനത്തിനു വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു അനസ്റ്റാസിയസ് പാപ്പായുടെ പ്രധാന പ്രവർത്തനങ്ങൾ. അലക്സാണ്ട്രിയയിലെ ദൈവശാസ്ത്രജ്ഞനായിരുന്ന ഒരിജൻ്റെ പുസ്തകങ്ങൾ ലത്തീനിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും വ്യാപകമായി വായിക്കപ്പെടുകയും ചെയ്യുന്ന സമയമായിരുന്നു അത്. ഒരിജൻ്റെ പുസ്തകത്തിലെ തെറ്റായ പ്രബോധനങ്ങൾ അക്കാലത്ത് വലിയ ചർച്ചാ വിഷയമായി. ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ ക്രിസ്തുവർഷം 400 അനസ്റ്റാസിയസ് പാപ്പ ഒരു കൗൺസിൽ വിളിച്ചുകൂട്ടുകയുണ്ടായി. ഒരിജൻ്റെ തെറ്റായ പ്രബോധനങ്ങൾക്കെതിരെ കർശന നിലപാടെടുത്ത പാപ്പ അതിനെതിരെ ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മെത്രാന്മാർക്ക് കത്തുകൾ അയച്ചു. പാപ്പായുടെ ഈ പ്രവർത്തനങ്ങളെ വിശുദ്ധ ജെറോം പുകഴ്ത്തിയിട്ടുണ്ട്. അക്കാലത്ത് വടക്കേ ആഫ്രിക്കയിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ ഡൊണാറ്റിസിസം എന്ന ഒരു പാഷാണ്ഡത ശക്തമായി പ്രചരിച്ചിരുന്നു. പുരോഹിതരും മെത്രാന്മാരും കുറ്റമറ്റവരായിരുന്നാൽ മാത്രമേ അവരുടെ പ്രാർത്ഥനയും അവർ ചെയ്യുന്ന കൂദാശകളും ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ എന്നായിരുന്നു ഡൊണാറ്റിസ്റ്റുകളുടെ വാദം. ഡൊണാറ്റിസ്റ്റുകളുടെ വാദം തള്ളിക്കളഞ്ഞ പാപ്പ അവർക്കെതിരെ പോരാടാൻ വടക്കേ ആഫ്രിക്കയിലെ വിശ്വാസികളെ പ്രോത്സാഹിപ്പിച്ചു. സുവിശേഷം വായിക്കുമ്പോൾ നിൽക്കുവാനും തലകുനിച്ച് വണങ്ങുവാനും പുരോഹിതർക്ക് നിർദ്ദേശം നൽകിയത് അനസ്റ്റാസിയസ് പാപ്പായാണ്. വിശുദ്ധ ജെറോം, വിശുദ്ധ ആഗസ്റ്റിനോസ്, നോളയിലെ വിശുദ്ധ പൗളിനസ് എന്നിവരായിരുന്നു അനസ്റ്റാസിയസ് പാപ്പായുടെ സുഹൃത്തുക്കൾ. അവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദാരിദ്ര്യത്തിൽ സമ്പന്നനായ ഒരു വലിയ വിശുദ്ധൻ എന്നാണ് വിശുദ്ധ ജെറോം പാപ്പായെ വിശേഷിപ്പിച്ചത്. 2 വർഷം മാത്രം മാർപ്പാപ്പയായിരുന്ന അനസ്റ്റാസിയസ് ഒന്നാമൻ 401 ഡിസംബർ 19 സ്വർഗത്തിലേക്ക് യാത്രയായി. റോമിലെ രക്തസാക്ഷി ചരിത്രത്തിൽ വിശുദ്ധനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കടുത്ത ദാരിദ്ര്യത്തിലും അപ്പസ്തോലിക വിശുദ്ധിയിലും ജീവിച്ച അനസ്റ്റാസിയസ് ഒന്നാമൻ പാപ്പ റോമിൽ വെച്ച് മരിച്ചു. റോം ഇദ്ദേഹത്തിൽ നിന്ന് കൂടുതലൊന്നും അർഹിക്കുന്നില്ല എന്നാണ് വിശുദ്ധ ജെറോം രേഖപ്പെടുത്തിയിരിക്കുന്നത്.